ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ചൂടുവെള്ളം ആയതുകൊണ്ട് ആദ്യം നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടൊന്ന് കുറഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിനൊക്കെ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മളിതേടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചക്ക ചെറുതായിട്ട് അരിഞ്ഞതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം 1 കപ്പ് ചക്ക അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ചക്ക ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ചക്ക ഇവിടുന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരകിയതാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് അത് നമുക്കൊരു അല്പസമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതായിട്ട് യോജിച്ച് വരുന്നവരെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ വാഴയിലയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്കിത് വാഴയിലയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമെങ്കിൽ അല്പം വെള്ളത്തിലൊന്ന് തൊട്ട് നമ്മൾ ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്ത് 2 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.